വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അണി മ്യൂസിയം കാണാനായിട്ട് വന്നതാണ്. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് അണി മ്യൂസിയത്തിലേക്ക് പോകും. നമ്മൾ അണി മ്യൂസിയത്തിൽ എത്തിക്കുമ്പോൾ കയറാം. നമുക്ക് തേനെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാം. തേനീച്ചക്കൂടാണ് കേട്ടോ. തേനീച്ചക്കൂടിന് 3 തരം തേനീച്ചകൾ ഉണ്ടാവുക. റാണി, ക്വീനും, പിന്നെ ഒരു ഫീമെയിൽ, ഒരു പെൺതേനീച്ചയും ഒരു മെയിൽ, ഒരു ആൺ തേനീച്ചയാണ് ഉണ്ടാവുക. അപ്പോൾ റാണി തേനീച്ചയാണ് ഈ കൂടിന്റെ റാണി. പക്ഷെ അതിലുള്ള സകല ജോലിയും വർക്ക്, അതായത് നേഴ്സ്, ഡോക്ടർ, ഇതെല്ലാം ചെയ്യുന്നത് ആരാ? ഫീമെയിലാണ്, അതായത് പെൺതേനീച്ചകളാണ് അത് ചെയ്യുക. റാണി തേനീച്ച മുട്ടയിടൽ മാത്രമേ ഉള്ളൂ അവരുടെ ജോലി കേട്ടോ. പിന്നെ ആൺ തേനീച്ച ലെസിബിയ എന്ന് വെച്ചാൽ മടിയന്മാരാണ്, പണിയൊന്നും എടുക്കില്ല. തേനീച്ച കൊല്ലത്തിൽ ഒരിക്കലാണ് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ആ സമയത്ത് മെയിൽ, അത് ആൺ തേനീച്ച അതിന്റെ കൂടെ പോയി മേറ്റിംഗ് നടത്തിയിട്ട് അപ്പൊ തന്നെ ആൺ തേനീച്ച ചത്തുപോകണം. റാണി തേനീച്ച കൂട്ടിലെത്തിയിട്ട് 1000-ന് മുകളിൽ, 1000 മുതൽ 2000 വരെ മുട്ടകൾ ഒരു സമയത്ത് ഇടാനുള്ള കഴിവ് റാണി തേനീച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. മുട്ടയിടുന്നു. പിന്നെ അതിൽ നിന്നും കുറച്ച് മുട്ടകൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് റാണിനെ തെരഞ്ഞെടുക്കണം. ഒരു തേനീച്ച റാണിയായിട്ട് ജനിക്കുന്നില്ല. കുറച്ച് മുട്ടകൾ മാറ്റി വെച്ചിട്ട് ജനിച്ച് 20 ദിവസം വരെയുള്ള പെൺതേനീച്ച കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഒരു മിൽക്ക് ഊറി വരും. നമ്മുടെ റോയൽ ജെല്ലി എന്ന് പറയും, സൂപ്പർ ഫുഡാണ് അത്. ആ മുട്ടകൾക്ക്, അതായത് അതിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കൊടുക്കും. അങ്ങനെ ആ വന്നിരിക്കുന്ന ആ ലാർവയിൽ നിന്ന് ഫസ്റ്റ് ഏത് തേനീച്ചയാണോ പുറത്തു വരുന്നത് ആ തേനീച്ചയായിരിക്കും പിന്നീട് റാണിയാവുക. അപ്പൊ ആ റാണി തേനീച്ചയ്ക്ക് പ്രത്യേകത വെച്ചാൽ അവരുടെ ശരീരം നല്ല ഭംഗിയുണ്ടാവും, വലുതായിരിക്കും. ഫീമെയിലിനെ പോലെ തല ചെറുതും ഉടല് വലുതുമായിട്ടായിരിക്കില്ല. ആൺ തേനീച്ച എന്ന് പറഞ്ഞാൽ തല വലുതും ചെറിയ ശരീരമായിരിക്കും. പക്ഷെ റാണി തേനീച്ച മൊത്തത്തിൽ വലുതും. പിന്നെ അതിന് ആയുസ് 5-6 വർഷത്തോളം ഉണ്ട്. പക്ഷെ ഇവര് 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് ചത്തുപോകും. നമുക്ക് എത്ര കണ്ണുണ്ട്? 2 കണ്ണല്ലേ. അപ്പൊ തേനീച്ചകൾക്ക് എത്ര ഉണ്ട് പറയാം? മുകളിൽ 3 കണ്ണ്, 2 സൈഡിലും 2 കണ്ണ്, 5 കണ്ണുണ്ട്. ഇത് കോമ്പോനൈസ് എന്ന് പറയും, എന്നുവെച്ചാൽ വലിയ കണ്ണാണ്. ഇതില് ഹൈ പവർ സെൻസറിങ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഏത് ഭാഗത്ത് ഒളിഞ്ഞു നിന്നിട്ട് കല്ലെറിഞ്ഞാലും ഏത് ഭാഗത്താണ് ആ കല്ല് വന്നതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് തേനീച്ചയ്ക്കുണ്ട്. ആ എറിഞ്ഞ ആളെ തന്നെ പോയിട്ട് കുത്തും ചെയ്യും. ഒളിഞ്ഞിരുന്ന് എറിഞ്ഞാൽ പോലും തേനീച്ചയ്ക്ക് കണ്ടെത്തി. ഈ സെൻസറിങ് പവറാണ്. ഇതിന്റെ കണ്ണിന്റെ ഒരുപാട് ലെൻസുകളുണ്ട്, അതിന്റെ സെൻസറിങ് പവറിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മളിതാണ് സ്റ്റിംഗ്ലെസ്, അത് കൊമ്പില്ലാത്ത തേനീച്ച. നമ്മളെ വാതിൽ കുഞ്ഞു തേനീച്ചകൾ ഉണ്ടാവില്ലേ, അതിന് കൊമ്പില്ലാത്ത കാരണം പൂവിൽ നിന്ന് നേരിട്ട് തേനെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പിന്നെ ചെറിയ പൂക്കളിനുള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് തേനെടുക്കുക. പുള്ളിലാണ് അത് ഇറങ്ങി ചെല്ലുന്നത് ചെറിയ പൂക്കളായിരിക്കും, തുമ്പ, തുളസി അങ്ങനെയുള്ള എന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഔഷധമൂല്യം ഏറ്റവും കൂടുതലാണ്. നേരിട്ട് കണ്ണിൽ ഒഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു തേന് ചെറുതേൻ മാത്രമേ. നമ്മളിപ്പോൾ കണ്ണിൽ എന്തോ അലർജിയൊക്കെ വരുന്നവർ ചിലപ്പോൾ തേന് ചെറുതേൻ ഒഴിച്ചാൽ മതി എന്ന് ആദ്യം ആയുർവേദ ചികിത്സ അങ്ങനെയായിരുന്നല്ലോ. അങ്ങനെ ധരിച്ചിരുന്നു. അപ്പോൾ കണ്ണ് നല്ല ക്ലിയർ ആവും എന്നാണ് പറയുന്നത്. നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ റോഹിണിയാണ് നമുക്ക് ലഭിക്കുക. കാര്യം വെച്ചാൽ അതിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും, വാക്സ് ഉണ്ടാവും, ഹണിബീൻ്റെ ചിറക്, ലാർവകൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 ലെയറുള്ള ഒരു ചേമ്പറാണ്. അതിൻ്റെ പുറത്തുള്ള ലെയറിൽ നമ്മൾ വെള്ളമാണ് നിറയ്ക്കുന്നത്, അകത്തുള്ള ചേമ്പറിൽ നമ്മൾ ഈ ഒരു ഹണിറോഹണി ചെയ്യുന്നത്. അപ്പോൾ പുറത്തുള്ള വെള്ളം 57 ഡിഗ്രി നമ്മൾ ചൂടാക്കും. അത് ഹണി നമുക്ക് നേരിട്ട് ചൂടാക്കാൻ പറ്റില്ല, ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിലൂടെ ചൂടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 57 ഡിഗ്രി ചൂടാക്കുമ്പോൾ അകത്തുള്ള തേന് 45-47 ഡിഗ്രി മാത്രം ചൂടാക്കും. അത്രേ ചൂടാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഹണി എന്ന് വെച്ചാൽ അതിനുള്ള ഗുണങ്ങൾ മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ ആ സമയത്ത് അതിനുള്ള വേസ്റ്റ് മുഴുവൻ ചൂടാകുമ്പോൾ വേസ്റ്റ് മുഴുവൻ പതഞ്ഞ് മുകളിലേക്ക് വരും. അപ്പോൾ ഈ മുകളിലേക്ക് വരുന്നത് നമ്മൾ മാനുവലായിട്ട് റിമൂവ് ചെയ്യും. അതിനുശേഷം ഈ വാക്യൂം ക്ലീൻ വഴി, അതിന് ഫിൽറ്റർ വഴി നമ്മൾ അടുത്ത ചേമ്പറിലേക്ക് മാറ്റും. അപ്പോൾ ഇതിൽ മൈക്രോ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഫിൽറ്ററിൽ കംപ്ലീറ്റ് വലിച്ചെടുക്കും. അതിന് പ്യുവർ ആയിട്ടുള്ള ഹണിയാണ് അടുത്ത ചേമ്പറിലേക്ക് നമ്മൾ മാറ്റുന്നത്. ആ ചേമ്പറിൽ വെച്ചിട്ട് വാട്ടർ കണ്ടന്റാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഹണി വെക്കണമെങ്കിൽ 20% കൂടുതൽ വെള്ളം ഹണിയിൽ പാടില്ല. അങ്ങനെയാകുമ്പോൾ അത് ലൂസാവും, പെർമെൻ്റ് ചെയ്യും പെട്ടെന്ന് തന്നെ. നമ്മൾ പെപ്സിൻ്റെ കുപ്പിയൊക്കെ തുറക്കുന്ന പോലെ ഗ്യാസ് പെട്ടെന്ന് പിന്നെ പുളിക്കും. പുളിയുള്ള തേന നമുക്ക് യൂസ് ചെയ്യാനും പാടില്ല, അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. അപ്പോൾ അവിടെ വെച്ച് കണ്ടന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഹണി ഈ കുഴൽ വഴി ഡ്രോപ്പായിട്ട് കയറ്റി വിടും, ഹൈ പ്രഷറിൽ കയറ്റി വിടും. എന്നിട്ട് ഈ ഡോസൻ പമ്പിലേക്ക് പമ്പ് ചെയ്യും. വളരെ പവറിലാണ്, പവർ പമ്പാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഹണി നമ്മൾ സ്വാഭാവികമായിട്ടും ഹണിക്ക് കട്ടി കൂടുതലാണ്, ഹണി താഴേക്കാൻ വരും. അപ്പോൾ ഇതിന് വാട്ടർ ഉണ്ടെങ്കിൽ അത് മുകളിലേക്ക് ബബിൾസ് രൂപത്തിൽ ഇങ്ങനെ പൊട്ടും. അപ്പോൾ ഈ ഡോസിൻ പമ്പ് വഴി നമ്മളത് സക്ക് ചെയ്തെടുത്ത് പിടിച്ചെടുത്ത് ഇപ്പോഴത്തെ കണ്ടെയ്നറിലേക്ക് നടക്കും വാട്ടറിൻ്റെ. അപ്പോൾ ഇത് 300 കിലോൻ്റെയാണ്. അപ്പോൾ ഇതിന് ഏകദേശം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴേക്ക് 10-12 ലിറ്റർ വെള്ളം നമുക്ക് കിട്ടും. കാണുമ്പോൾ നമുക്ക് പ്യുവറായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വെള്ളമായിരിക്കും, പക്ഷേ ഇത് മനസ്സിലാക്കിയത് നമ്മൾ ഹണിയിൽ നിന്ന് ശേഖരിച്ച വെള്ളം. ഹണിൻ്റെ സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ചെറിയൊരു പുളിപ്പ് രസം. ഹണിയുടെ ഗുണങ്ങളൊന്നും ഈ വെള്ളത്തിനില്ല കേട്ടോ.